PSC വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ PSC പരീക്ഷകളിൽ ട്രെൻഡിങ് ആയിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യത്തെ ചോദ്യം നോക്കാം. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം എന്തായിരുന്നു? ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം നീതി ആയോഗാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ നീതി ആയോഗാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണെന്നും PSC ചോദിക്കാറുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞ എക്സാമുകളിൽ വരെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിക്കുക. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 അടുത്തത്, ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? സുനിത വില്യംസ് ആണ് കേട്ടോ. അപ്പോൾ ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത സുനിത വില്യംസ്. അടുത്തത്, മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? ബൽഗാം സമ്മേളനം 1924 കേട്ടോ. അപ്പോൾ 1924 ബൽഗാം സമ്മേളനമാണ് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം ഏതാണ്? കോഴിക്കോടാണ് അല്ലേ. അപ്പോൾ ഓർക്കുക, ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം കോഴിക്കോട്. അടുത്തത്, സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. അപ്പോൾ ഓർക്കുക, സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് CR ദാസും മോത്തിലാൽ നെഹ്റുവും. അടുത്തത്, ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏതാണ്? രക്തമാണ് കേട്ടോ. അപ്പോൾ ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണമാണ് രക്തം. അടുത്തത്, ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത്? ഇത് ബോഡി ക്ലോക്ക് എന്നറിയപ്പെടുന്നു. ഏതാണ്? പീനിയൽ ഗ്രന്ഥിയാണ് കേട്ടോ ഉത്തരം. അപ്പം മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? പീനിയൽ ഗ്രന്ഥി. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? ഏതാണ്? വിറ്റാമിൻ B ആണ് അല്ലേ. അപ്പോൾ വിറ്റാമിൻ B ആണ് നിയാസിൻ അടങ്ങിയിരിക്കുന്നത്. അടുത്തത്, വിറ്റാമിൻ Dയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതായിരുന്നു? റിക്കറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ വിറ്റാമിൻ Dയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. അടുത്തത്, ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ ഏതായിരുന്നു? ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഓക്കെ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാടാണ് അല്ലേ. അപ്പോൾ 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS നമ്പൂതിരിപ്പാട്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ലാഹോർ സമ്മേളനം അല്ലേ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ലാഹോർ സമ്മേളനം. അടുത്തത്, വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതായിരുന്നു? ഗാമാ കിരണാണ് കേട്ടോ. അപ്പോൾ വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഗാമാ കിരണം. അടുത്തത്, നബാർഡ് സ്ഥാപിതമായ വർഷം ഏത് വർഷമാണ് നബാർഡ് സ്ഥാപിതമായത്? 1982 ആണ്. അപ്പോൾ നബാർഡ് 1982. അടുത്തത്, മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? വികിരണമാണ് കേട്ടോ. അപ്പോൾ മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി വികിരണം. അടുത്തത്, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്?
കറുത്ത മണ്ണ് അല്ലേ. അപ്പോൾ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. അടുത്തത്, പോക്സോ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഏത് വർഷമാണ് പോക്സോ നിയമം നിലവിൽ വന്നത്? 2012 കേട്ടോ. അടുത്തത്, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏതാണ്? NW3 ആണ് അല്ലേ. ഇത് ചോദ്യം തിരിച്ചും വരാം കേട്ടോ. ഇത് NW3 എവിടം മുതൽ എവിടം വരെയാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ, അങ്ങനെ ഓർമ്മിച്ചു വെക്കുക കേട്ടോ. അടുത്തത്, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം. ഇത് നേരത്തെ അതേ ചോദ്യമാണ്. അപ്പം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ഒരു ചോദ്യമാണിത്. 2012 ആണ് അല്ലേ. അടുത്തത്, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഏതാണ്? ലൈസോസൈം ആണ് കേട്ടോ. അപ്പോൾ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ലൈസോസൈം. അടുത്തത്, പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? ടെൻഡൻ ആണ് കേട്ടോ. അപ്പോൾ പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? ടെൻഡൻ ആണ്. അടുത്തത്, ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാണ്? സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും ആധുനികവൽക്കരണം. ഈ പറഞ്ഞ കാര്യങ്ങളാണ് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളായിട്ട് നാം പറയുന്നത്. അടുത്തത്, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഏതൊക്കെയാണ്? 1ഉം 4ഉം ആണ് അല്ലേ. വ്യായാമക്കുറവും അമിത ഭക്ഷണവും. അപ്പോൾ ഇതൊക്കെ റിപ്പീറ്റായിട്ട് റീസെൻ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. നിർബന്ധമായിട്ടും ഈ ചോദ്യങ്ങളൊക്കെ പഠിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.